ഇടതുപക്ഷം ചെയ്തത് നന്നായി എന്ന് ഒരു വാർത്ത, ഒരു മുഖപ്രസംഗം, ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. മലയാള മനോരമയുടെ ഒരു നൂറ്റാണ്ടിലധികം നീണ്ടു നിൽക്കുന്ന പത്രപ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇടതുപക്ഷം ചെയ്തത് വളരെ നന്നായി, ഈ കാര്യത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നൊരു വാർത്ത എഴുതിയിട്ടില്ല. അത് നമ്മളൊന്നും നല്ലത് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവം ഈ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ഇന്ത്യയിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങളുമായി കൂടി ബന്ധപ്പെടുത്തി നാം വിശകലനം ചെയ്യേണ്ട ഒന്നാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ, ഇപ്പൊ ഒരു വർഷം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ്, യൂണിയൻ ബഡ്ജറ്റ്, വർഷം തോറും അവതരിപ്പിക്കുന്ന യൂണിയൻ ബഡ്ജറ്റ് ഇന്ത്യയിലെ കുത്തക കോർപ്പറേറ്റ് ഹൗസുകൾക്ക് കൊടുക്കുന്ന ഇളവ് ലക്ഷക്കണക്കിന് കോടി രൂപയുടേതാണ്. ലക്ഷക്കണക്കിന് രൂപയുടേതല്ല, ലക്ഷക്കണക്കിന് കോടി രൂപ. പണ്ടൊക്കെ ലക്ഷം തന്നെ വലിയ സംഖ്യയെ, ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ. ഒരു ലക്ഷമൊക്കെ കണ്ടിട്ടുള്ളവര് നാട്ടിലുള്ള കുറവായിരിക്കും. നിങ്ങൾ കാണുന്നുണ്ടാവും, നിങ്ങളുടെ ജീവിത പങ്കാളികൾ കൂടി സർവീസിലാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾ ലക്ഷമൊക്കെ കാണുന്നുണ്ട്. ഇത് അവിടെ നിൽക്കട്ടെ, ലക്ഷം അല്ല, പക്ഷെ എന്നാലും കോടിയൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഇത് ലക്ഷം കോടിയാണ്. ഒരു സാമാന്യ ഗണിതശാസ്ത്ര യുക്തി കൊണ്ട് നിർദ്ധാരണം ചെയ്യാനാകാത്ത വലിയ സംഖ്യയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്കും. 1,00,000 കോടി എന്നിപ്പൊന്ന് എഴുതി നോക്കും. അക്ഷരത്തിലല്ല, അക്കത്തിൽ. തെറ്റെന്ന് ഉറപ്പാണ്. അത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരായാലും തെറ്റും, നഴ്സുമാരുടെ കാര്യം പറയുന്നു. നമ്മളിത് കൈകാര്യം ചെയ്യുന്നില്ലല്ലോ. നിത്യജീവിതത്തിൽ വലിയ സംഖ്യകളൊക്കെ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് പോലും തരും. കാരണം ഇത്ര വലിയ സംഖ്യ എഴുതേണ്ട ആവശ്യമില്ല. ഒന്നൊന്ന് എഴുതിയിട്ട് 12 പൂജ്യമാണ്. അതാണ് 1,00,000 കോടി എഴുതുക. അപ്പൊ ഈ ലക്ഷം കോടികളാണ് നീക്കുന്നത്. 5 ലക്ഷം കോടി, 6 ലക്ഷം കോടിയൊക്കെ നീക്കുകയാണ്. ആർക്ക്? ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾ, കുത്തക മുതലാളിമാർ. അവർക്ക് ഓരോ വർഷവും ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന സാമ്പത്തിക സൗജന്യമാണ് കൊടുക്കുക. സായിനാഥ് എന്ന് പറയുന്ന പ്രതിബദ്ധ മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രതീകമായി പലരും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം ഒരിക്കലും ഒരു ലേഖനത്തിൽ പരാമർശിക്കുകയുണ്ടായി. ഈ പണത്തിന്റെ വർഷം തോറും ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന ഈ പണത്തിന്റെ 1/7 ഭാഗം, അത്രയും വേണ്ട, അതിന്റെ പകുതിയും വേണ്ട, ഒരു 1/7 ഭാഗമെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കാൻ സർക്കാർ തയ്യാറായാൽ 1 കിലോഗ്രാമിന് 3 രൂപ നിരക്ക് അരിയും ഗോതമ്പും വർഷം മുഴുവൻ APL BPL വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും കൊടുക്കാൻ സാധിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ കണക്ക്. അത് ശാസ്ത്രീയമായ ഒരു കണക്കാണ്. APL BPL വേർതിരിവൊന്നും വേണ്ട. ഇന്ത്യക്കാരായ മുഴുവൻ മനുഷ്യർക്കും 1 കിലോ അരിക്കും ഗോതമ്പിനും 3 രൂപ നിരക്കിൽ വിതരണം ചെയ്യാൻ ഈ കോർപ്പറേറ്റുകൾക്ക് കൊല്ലം തോറും കൊടുക്കുന്ന പണത്തിന്റെ 1/7 നീക്കിവെച്ചാൽ മതി എന്നാണ്. അങ്ങനെ ചെയ്താലോ പിന്നെ ഇന്ത്യയിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഈ പറയുന്ന റേഷൻ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം പൊതുവിപണിയിൽ 3 രൂപയുടെ വില. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അതിന് തയ്യാറാവുന്നത്? ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ രാജ്യമാണ്. അപ്പോ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഈ പ്രീണന നയം തിരുത്താനോ ഇതുപോലെ ഗണ്യമായ ഒരു തുക ജനങ്ങൾക്കാകെ ക്ഷേമത്തിന് വേണ്ടി നീക്കിവെക്കാനോ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നത്. ഇതാണ് സായിനാഥിന്റെ വിമർശനം. ഇത് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മോദിയുടെ ഗവൺമെന്റ് എന്ന് മാത്രമല്ല അർത്ഥം. കോൺഗ്രസ് ഗവൺമെന്റും ഇതേ സമീപനമാണ് സ്വീകരിച്ചത്. കോൺഗ്രസും BJPയും ഈ കാര്യത്തിൽ ഒരേ നയമാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസ് തുടങ്ങി വെച്ച ആ സാമ്പത്തിക നയമാണ് BJP പിന്തുടരുന്നത്. ആ കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഇതിനെ എതിർക്കുന്നതാരാണ്? ഇടതുപക്ഷം മാത്രം. ഇപ്പൊ നാളെ
ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന പാർലമെന്റ് സീറ്റുകളിൽ ജയിച്ച് ഇടതുപക്ഷം ഒരു ഗവൺമെന്റ് ഉണ്ടാക്കും എന്ന് ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. നമ്മൾ തന്നെ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അത്ര എളുപ്പത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. ഇനി അങ്ങനെ അധികാരത്തിൽ വരണമെന്നില്ല. കുറച്ച് സീറ്റുകൾ കിട്ടിയാലോ, കുറച്ച് മെച്ചപ്പെട്ട ഒരു സ്ഥിതി. ഇപ്പൊ നമുക്ക് വളരെ സീറ്റുകൾ കുറവാണ്. അങ്ങനെ വരാം. 2004 61 MP-മാർ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനുണ്ടായി. അതിൽ 44 പേർ CPIM, 61 പേർ ഇടതുപക്ഷത്തിനാകുന്നു. അങ്ങനെ വന്നാൽ പോലും ഇന്ത്യൻ പാർലമെന്റിലെ ഒരു വിലപേശ ശക്തിയായി മാറാൻ ഇടതുപക്ഷത്തിന് കഴിയും. ഭരിക്കുന്നവരുടെ നയങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അതാണ് കോമൺ മിനിമം പ്രോഗ്രാം ഒക്കെ ഉണ്ടായി. വനാവകാശ നിയമവും തൊഴിലുറപ്പ് പദ്ധതിയും ഒക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടായത് അത്തരത്തിലുള്ള കാലഘട്ടത്തിൽ വന്ന മാറ്റമാണ്, മാറ്റത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നില്ലെങ്കിലും പാർലമെന്റിനകത്ത് മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് വന്നാൽ പോലും ഈ സാമ്പത്തിക നയങ്ങൾ ഇതുപോലെ തുടരാനാവില്ല എന്ന് ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് നന്നായത്. അതുകൊണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഹൗസുകളുടെ ലക്ഷ്യം BJP അധികാരത്തിൽ വന്നാലും തിരക്കിടില്ല, കോൺഗ്രസ് വന്നാലും കുഴപ്പമില്ല. രണ്ടു കൂട്ടരും കോർപ്പറേറ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നവരാണ്. പിന്നെ ആര് വന്നാലാണ്? ആരും വന്നോളണമെന്നില്ല. കുറച്ച് മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്കെങ്കിലും ഇടതുപക്ഷം വന്നാലാണ് ഈ കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരായ ശബ്ദം ഉയരുന്നത്. അതുകൊണ്ടോ കോർപ്പറേറ്റുകൾ എതിർക്കുന്ന രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം. അത് അവരുടെ ശത്രുപക്ഷത്തെ നിർത്തുകയല്ലാതെ അവർക്ക് മാർഗമില്ല. ആരാണ് കോർപ്പറേറ്റ് ഹൗസുകൾ? കോർപ്പറേറ്റ് ഹൗസുകളുടെ നിയന്ത്രണത്തിലാണ് ഇന്നത്തെ മെയിൻ സ്ട്രീം മീഡിയ. അതിവിടെ മാത്രമല്ല, ലോകത്തിലാകെ. മാധ്യമരംഗത്ത് വന്ന ഏറ്റവും വലിയ മാറ്റം മാധ്യമങ്ങളുടെ വ്യവസായവൽക്കരണം. മാധ്യമം വ്യവസായമായി മാറുന്നു. ആ വ്യവസായം കുത്തക കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലേക്കായി മാറും. ഇത് ലോകം മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. ഇപ്പൊ അമേരിക്കയിലെ മാധ്യമങ്ങളിൽ 90%, അമേരിക്കൻ മാധ്യമങ്ങളിൽ 90% 6 കോർപ്പറേറ്റ് ഹൗസുകളുടെ നിയന്ത്രണത്തിലാണ്. 6 വൻകിട കമ്പനികളാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ 90% മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത്. കോംകാസ്റ്റ്, വാൾട്ട് ഡിസ്നി, AT&T, പാരാമൗണ്ട് ഗ്ലോബൽ, സോണി, ഫോക്സ്, ഈ 6 കോർപ്പറേറ്റ് ഹൗസുകളാണ് അമേരിക്കൻ മീഡിയയുടെ 90%യും നിയന്ത്രിക്കുന്നത്. ഇവരുടെ സ്വത്താണ്. ഇത് അമേരിക്കൻ മാത്രമുള്ളൊരു മാറ്റമല്ല. ബ്രിട്ടനിലേക്ക് വരുമ്പോൾ (2019) 83% ബ്രിട്ടനിലെ മാധ്യമങ്ങൾ 3 കോർപ്പറേറ്റുകളുടെ കയ്യിലായി. ട്രിനിറ്റി മിറർ, ന്യൂസ് UK, DMG മീഡിയ. അത് 2021 ആകുമ്പോൾ, ഈ കൊല്ലത്തെ കണക്ക് വരാൻ പോകുന്നത് 2021 ആകുമ്പോഴേക്ക് അത് 90%. 90% ബ്രിട്ടീഷ് മീഡിയയിൽ 3 കമ്പനികളുടെ കയ്യിലാണ്. 3 കമ്പനികളുടെ കയ്യിൽ. ലോക്കൽ പത്രങ്ങൾ, മറ്റേ നെറ്റ്വർക്ക്, TV നെറ്റ്വർക്ക് എല്ലാം ഒഴിവാക്കിയാൽ ലോക്കൽ അച്ചടി മാധ്യമങ്ങളിൽ 83% 6 കമ്പനികളുടെ കയ്യിലാണ്. പ്രാദേശിക പത്രങ്ങളുണ്ട്, അതിന്റെ 83% 6 കമ്പനികളുടെ കയ്യിലാണ്. നാഷണൽ മീഡിയയുടെ 90%വും 3 കമ്പനികളുടെ കയ്യിലാണ്. ഈ കുത്തകവൽക്കരണം നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുക. ലോകത്തിൽ പല രാജ്യങ്ങളിലും ഇതിനോടകം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലെത്തിയ മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം നമ്മുടെ രാജ്യത്തും മുൻപോട്ട് പോവുകയാണ്. ഇപ്പോ ലോകമെമ്പാടുമുള്ള സബ്മറൈൻ കേബിൾ നെറ്റ്വർക്ക്, എല്ലാ ഇന്റർനെറ്റ് ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന സബ്മറൈൻ കേബിൾ നെറ്റ്വർക്ക് ഏകദേശം 5 ലക്ഷം കിലോമീറ്ററാണ് ഇതിന്റെ ദൈർഘ്യം. ഈ ലോകം മുഴുവൻ കേബിൾ ശൃംഖലകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ 28% ഇപ്പോ കൈവശം വെച്ചിട്ടുള്ള കമ്പനി നമ്മുടെ ടാറ്റയാണ്.
ഇന്ത്യൻ കമ്പനിയായ ടാറ്റയുടെ കൈവശമാണ് ലോകത്തിലെ സബ്മറൈൻ കേബിൾ നെറ്റ്വർക്കിന്റെ 28%. അത് ഓരോ ദിവസം കഴിയുമ്പോൾ കൂടുതലായി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ കമ്പനി ഇപ്പോ റിലയൻസിന്റെ നിയന്ത്രണത്തിലാണ്, അംബാനിയുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പൊ കേരളത്തിൽ ഒരു ചാനലുണ്ട് 18 ന്യൂസ് 18. ന്യൂസ് 18 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 18 ചാനലുണ്ട്. അതിൽ ഒന്നാണ് മലയാളത്തിലെ ചാനൽ ന്യൂസ് 18. അതാരാണ് അതിന്റെ ഉടമ ഞാൻ പ്രത്യേകം പറയേണ്ടത്? റിലയൻസിന്റെ ചാനലാണ്. നാളെ മനോരമയുടെയും മാതൃഭൂമിയുടെയും മുതലാളി ഒരാളായാലും അത്ഭുതപ്പെടാനില്ല. ഈ രൂപത്തിലുള്ള മാറ്റം മാധ്യമ രംഗത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വൻതോതിലുള്ള കുത്തകമാണ്. മാധ്യമങ്ങളെ കോർപ്പറേറ്റ് ഹൗസുകൾ നിയന്ത്രിക്കുന്നു. മനോരമ തന്നെ കോർപ്പറേറ്റ് ഹൗസാണ്. മനോരമ എന്ന് പറഞ്ഞാൽ പത്രം മാത്രം നടത്തുന്ന ഒരു കൂട്ടരല്ല. ഇപ്പൊ കണ്ടത്തിൽ കുടുംബം എന്നൊക്കെ പറയും. കണ്ടത്തിൽ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടത്തിൽ ഒരു വീട് വെച്ച് താമസിക്കുന്ന പാവപ്പെട്ട കുടുംബമല്ല, ഒരു വലിയ വ്യവസായ കുടുംബമാണ്. MRF ടയർ കമ്പനി മുതൽ ഇന്റഗ്രേറ്റഡ് ഫിനാൻസ് വരെ, ബ്ലേഡ് കമ്പനി മുതൽ ടയർ കമ്പനി വരെ നടത്തുന്ന ഒരു അധോലോക വ്യവസായ സാമ്രാജ്യത്തിന്റെ അധിപന്മാരാണ് മനോരമ. ആ മനോരമയിൽ ഈ വർഷം തോറും യൂണിയൻ ബഡ്ജറ്റിലെ ഇളവിന്റെ ഗുണഭോക്താക്കളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം നിലനിൽപ്പിന്റെ രാഷ്ട്രീയം എന്നത് മുതലാളിത്ത സാമ്പത്തിക പരിഷ്കാരങ്ങളെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി അവരുടെ കണ്ണിലെ കരടായ ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ്. ആ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയണം. ഇപ്പോ TV ചാനലുകൾ കാണുമ്പോൾ അതിലെ റിപ്പോർട്ടർമാർ, അതിലെ അവതാരകർ, ഇവരൊക്കെ കടുത്ത ഇടതുപക്ഷ വിരോധം ഇങ്ങനെ പ്രകടിപ്പിക്കും. അപ്പൊ നമുക്ക് ഇവരോടൊക്കെ ദേഷ്യം സ്വാഭാവികം. സത്യത്തിൽ അവരോട് ദേഷ്യപ്പെട്ടിട്ടൊന്നൊരു കാര്യമില്ല. അവരൊക്കെ ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടി ജീവിക്കാൻ എന്ന് പറയുന്ന പോലെ ആത്മാഭിമാനമുള്ളവർക്ക് അന്തസ്സോടെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയല്ലാതെയായി മാറിയിരിക്കുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തന രംഗം. ഇപ്പൊ ജോൺ സുണ്ടൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ന്യൂയോർക്ക് ടൈംസിന്റെ ചീഫ് എഡിറ്റോറിയൽ റൈറ്ററായിരുന്നു ദീർഘകാലം. 1800കളിലാണ്. ഒടുവിൽ അദ്ദേഹം സ്വന്തമായി ഒരു പത്രം തുടങ്ങി. പത്രത്തിന്റെ പേര് സ്വിൻഡൻസ് ന്യൂസ് പേപ്പറാണ്. 1860 മറ്റോ ആണ്. അത് പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. തന്റെ സ്വന്തം പത്രം പ്രകാശനം ചെയ്യുന്ന വേളയിൽ ജോൺ സ്വിൻഡൻ നടത്തിയൊരു പ്രസംഗം. ആ പ്രസംഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന ഒന്നില്ല. അദ്ദേഹം ആരംഭിക്കുക, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന ഒന്നില്ല. നിങ്ങളൊരു മാധ്യമത്തിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചാൽ ആ നിമിഷം മുതൽ നിങ്ങൾ സത്യത്തെ ബലികഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സത്യം പറയാൻ ഒരു മാധ്യമ പ്രവർത്തകനും കഴിയില്ല. അഥവാ പറഞ്ഞാൽ അടുത്ത ദിവസം അയാൾക്ക് പണിയുണ്ടാവില്ല. സത്യത്തെ ബലികഴിക്കുന്നതിന് ലഭിക്കുന്ന കൂലിയാണ് മാധ്യമ പ്രവർത്തകന്റെ ശമ്പളം. ഇങ്ങനെ ആരംഭിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. എല്ലാ മാധ്യമ പ്രവർത്തകരും, എല്ലാ മനുഷ്യരും വായിച്ചിരിക്കേണ്ട പ്രസംഗമാണ് ജോൺ സ്വിൻഡന്റെ പ്രസംഗം. ആ കാലഘട്ടത്തിലാണല്ലോ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് മൂലധന താല്പര്യങ്ങൾ പിടിമുറുക്കുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം അതിന്റെ പ്രൗഢമായ ചരിത്ര പാരമ്പര്യത്തെ ഉപേക്ഷിക്കാൻ തുടങ്ങിയ ഒരു ഘട്ടത്തിൽ, കോർപ്പറേറ്റുകൾ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ജോൺ സ്വിൻഡൻ നടത്തിയ പ്രസംഗമാണ്. അത് അമേരിക്കയിലാണ്. ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തന രംഗത്തേക്കൊന്നും അപ്പോ ഈ പറയുന്ന വെല്ലുവിളികൾ കടന്നു വന്നിട്ടില്ല. പക്ഷെ ഇപ്പോ അതെല്ലായിടത്തും യാഥാർത്ഥ്യമായിരിക്കും. അപ്പൊ ഓരോ മാധ്യമത്തിന്റെയും താല്പര്യം ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്നതായി മാറിയതാണ് നാം കാണേണ്ടത്. അത് എല്ലാ വാർത്തകളിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഞാനത് കൂടുതൽ വിശദമായി കൊണ്ടുപോകണമെന്ന് വരുന്നത്, ഇപ്പോ നമ്മുടെ രാജ്യം ഇത്രമാത്രം വെല്ലുവിളികളെ നേരിട്ട മറ്റൊരു കാലം ഉണ്ടാകും. നമ്മുടെ രാജ്യം നാളെ ഉണ്ടാവും എന്ന് സംശയമാണ്. ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ഉണ്ടാവും. ഒരു സെക്യുലർ റിപ്പബ്ലിക്കായി, ഒരു പരമാധികാര രാഷ്ട്രമായി ഇന്ന് കാണുന്നത് പോലെ നാളെയും ഇന്ത്യ ഉണ്ടാവും. ഉറപ്പു പറയാനൊന്നും പറ്റില്ല. അത്രയും വലിയ വെല്ലുവിളികളെ നേരിടും. ഇപ്പൊ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ മുൻപ് നാം കേട്ട് പരിചയിച്ചതും
സമരം ചെയ്തതുമായ സ്വകാര്യവൽക്കരണമല്ല ഇപ്പോഴത്തെ സ്വകാര്യവൽക്കരണം. 90കളിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം. നരസിംഹറാവുവിന്റെ ഗവൺമെന്റാണ് ഒരർത്ഥത്തിൽ അതിന് തുടക്കം കുറിച്ചത്. അത് വലിയ സമരങ്ങൾ നടന്നു. പക്ഷെ അന്നത്തെ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചിലതിന്റെ നിശ്ചിത ശതമാനം ഓഹരി വിൽക്കുക, അതാണ്. എന്നാൽ ഇപ്പൊ അങ്ങനെ ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആകെ വിൽക്കുക, നിശ്ചിത ഓഹരിയല്ല. ഏതെങ്കിലും ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുമല്ല, എല്ലാം വിൽക്കുക. ഇന്ത്യയിലെ മൊത്തം പൊതുമേഖലാ സ്ഥാപനങ്ങളും വിൽക്കുക, ഇതാണ് ഇപ്പൊ എടുത്തിട്ടുള്ള തീരുമാനം. BPCL വിൽക്കാൻ പോവാണ്. എറണാകുളത്തുള്ളവരുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ. കൊച്ചി BPCL വിൽക്കാനുണ്ട്. BPCL 10 ലക്ഷം കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് കണക്ക്. അത് തന്നെ ശരിയായ കണക്കല്ല. നമ്മുടെ രാജ്യത്തെമ്പാടുമുള്ള BPCL പെട്രോൾ പമ്പ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ വില തന്നെ ഉണ്ടാവും ചിലപ്പോൾ. 10 ലക്ഷത്തിലധികം എന്നുള്ളതൊരു ഔപചാരിക കണക്കാണ്. ഇനി അത് വിശ്വസിച്ചാൽ തന്നെ 10 ലക്ഷം കോടി 10 ലക്ഷം കോടിയിലധികം ആസ്തി ഉണ്ട് എന്ന് ഗവൺമെന്റ് തന്നെ കണക്കാക്കിയ BPCL 50,000 കോടിക്ക് വിൽക്കാനാണ് തീരുമാനം. 50,000 കോടിക്ക് വിൽക്കാൻ. BPCLന്റെ പിന്നിലാണെങ്കിൽ വലിയൊരു ചരിത്രമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ BPCL ഇല്ല. പകരം ബർമ ഷെൽ കമ്പനി എന്ന ഒരു ബ്രിട്ടീഷ് സ്വകാര്യ എണ്ണ കമ്പനിയാണ്. പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയം. ആ യുദ്ധസമയത്ത് ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ ഇന്ധനം ആവശ്യമായി വന്നു. യുദ്ധമുഖത്ത് സപ്ലൈ ലൈനെല്ലാം കാര്യക്ഷമമാകണമെങ്കിൽ സൈനിക വാഹനങ്ങൾ നിരന്തരം ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് എണ്ണ കൂടുതലായി വരും. അപ്പൊ ഇന്ദിരാഗാന്ധി ബർമ ഷെൽ കമ്പനിയോട് ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആവശ്യം ബർമ ഷെൽ കമ്പനി നിരാകരിച്ചു. അപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായത് എണ്ണ ശുദ്ധീകരണം പോലെയുള്ള തന്ത്രപ്രധാനമായ മേഖലകൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വേണം എന്ന് CPIM പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായത് ഈ അനുഭവം ഉണ്ടായിരുന്നു. ഏതായാലും യുദ്ധം കഴിഞ്ഞു. യുദ്ധമുഖത്തെ വഞ്ചനാപരമായ ഒരു അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠം ഉൾക്കൊണ്ട് ഇന്ദിരാഗാന്ധി മുൻകൈയെടുത്താണ് ബർമ ഷെൽ കമ്പനിയെ ദേശസാൽക്കരിച്ചതും സർക്കാർ ഏറ്റെടുത്ത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആക്കി മാറ്റിയത്. അതിനാണ് BPCL എന്ന പേരിൽ എണ്ണ കമ്പനി ഉണ്ടാവും. ആ BPCLനെയാണ് നാഴികയ്ക്ക് 40 വട്ടം ദേശാഭിമാനത്തെ കുറിച്ച് രാജ്യസ്നേഹത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് വീണ്ടും സ്വകാര്യ മുതലാളികൾ എടുക്കാൻ പോകും. ഇത് BPCLന്റെ മാത്രം അനുഭവമല്ല, കോട്ടയത്തുള്ള പ്രതിനിധികൾ ഉണ്ടാവുന്നത്. അപ്പൊ കോട്ടയത്ത് കഴിഞ്ഞ മാസം നമ്മുടെ മുഖ്യമന്ത്രി ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. KPPL എന്ന പേര്, കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ്. അത് വെള്ളൂരിലെ പഴയ HNL ആണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് അടച്ചുപൂട്ടി വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു അത് സ്വകാര്യ മുതലാളിമാർക്ക് വിൽക്കണ്ട, ഞങ്ങൾ ഏറ്റെടുക്കാം. ആര്? കേരളം ഏറ്റെടുക്കാം. കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുക്കാം. അങ്ങനെ കേരളത്തിലെ ഗവൺമെന്റ് അത് വാങ്ങി. കേന്ദ്രം നിശ്ചയിച്ച പണം കൊടുത്ത് KPPLനെ കേരള ഗവൺമെന്റ് ഏറ്റെടുത്തു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിനെ കേരള ഗവൺമെന്റ് ഏറ്റെടുത്തു. എന്നിട്ട് KPPL എന്ന് പുനർനാമകരണം ചെയ്തു. ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചു. കേന്ദ്രം വിൽക്കാൻ തീരുമാനിക്കുകയാണ്. അത് കേരളം ഏറ്റെടുത്ത് ജനങ്ങളുടെ സ്വത്തായി നിലനിർത്തുകയാണ്. തിരുവനന്തപുരത്തെ HNL ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് വൻതോതിൽ ലാഭമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനം അതിപ്പോ വിൽക്കാൻ തീരുമാനിച്ചു. കേരളം ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചു. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ നയം മാറ്റി. അങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ഇത് സ്വകാര്യ മുതലാളിക്കേ വിൽക്കും, സംസ്ഥാനം വാങ്ങണ്ട എന്ന നിലപാട് സ്വീകരിച്ചു. ഇങ്ങനെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒന്നും രണ്ടുമല്ല, ഇന്ത്യയിലെ പൊതുമേഖലാ
ബഹ്റൈനിലോ അമർനാഥിലും അങ്ങനെയൊക്കെ പല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള അത് 7 കമ്പനികളാക്കി മാറ്റി. ഇനി അത് സ്വകാര്യ മുതലാളികൾക്ക് വിൽക്കാൻ പോകും. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം സൈന്യത്തിന് വേണ്ട പടക്കോപ്പുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ സ്വകാര്യ മുതലാളിമാർക്കുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ കാര്യക്ഷമതയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന നയമാണ്. ആ നയമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. വിമാനത്താവളങ്ങൾ മുഴുവൻ വിൽക്കാനാണ്. തിരുവനന്തപുരം വിറ്റു. തിരുവനന്തപുരം എയർപോർട്ട് അദാനിയുടേതാണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ. ബാക്കി എയർപോർട്ടുകളും വിൽക്കാൻ മുഴുവൻ വിമാനത്താവളങ്ങളും വിൽക്കും. പോർട്ടുകൾ, തുറമുഖങ്ങൾ വിൽക്കുക. റെയിൽവേ, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി കഴിഞ്ഞ ദിവസം മദുരാശിയിൽ ഓടി. ഇനി തീവണ്ടികൾ മാത്രമല്ല, തീവണ്ടി പാളങ്ങൾ വിൽക്കാം. നമ്മൾ അത്ഭുതപ്പെടും, എങ്ങനെയാണ് തീവണ്ടി പാളം? തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ തീവണ്ടിപ്പാളം ഒരു മുതലാളിക്ക് കേക്ക് മുറിക്കുന്ന പോലെ തീവണ്ടിപ്പാളം കുറിച്ച് വിൽക്കാൻ പോകും. ആ പാളത്തിലൂടെ ഓടുന്ന തീവണ്ടികൾ ഇനി ആ മുതലാളി നിശ്ചയിക്കുന്ന നികുതി അടക്കേണ്ടി വരും. അങ്ങനെ ദേശീയപാത കുറിച്ച് വിൽക്കാൻ പോകും. കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള നാഷണൽ ഹൈവേ ഇനി ഒരു മുതലാളിയുടേതായി. ആ മുതലാളി ചിലപ്പോൾ ആ മുതലാളിയുടെ അച്ഛന്റെ പേരിടും ആ ദേശീയ പാത. അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ അയാൾ നിശ്ചയിക്കുന്ന ടോൾ കൊടുക്കേണ്ടി വരും. ദേശീയപാതയിൽ റെയിൽവേ ശൃംഖലകൾ ആകെ സ്വകാര്യ മുതലാളികൾക്ക്. മൊബൈൽ ടവറുകൾ, ഇലക്ട്രിസിറ്റി ലൈൻ, ഗ്യാസ് ലൈൻ, ഇങ്ങനെ രാജ്യത്തെ ഓരോന്നിനും മണ്ണും വിൽക്കാനാണ്. ഇന്ത്യയുടേതല്ലാതായി മാറാറുണ്ട്. ഓരോ സ്വകാര്യ മുതലാളിയുടേതായി നമ്മുടെ രാജ്യം മാറാറുണ്ട്. ഭരണകർത്താക്കളാൽ അപഹരിക്കപ്പെടുന്ന രാഷ്ട്രമായി ഇന്ത്യ മാറുന്ന ഒരു കാലമാണ്. ഏതെങ്കിലും ഒരു പത്രം ഇതിനെക്കുറിച്ച് മുഖപ്രസംഗം എഴുതി, ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനൽ ഈ വിഷയം ഉയർത്തി ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്? ഇല്ല. വളരെ അപകടകരമാണ് സ്ഥിതി. നമ്മുടെ രാജ്യം നമ്മുടേതല്ലാതായി മാറും. പണ്ടങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇങ്ങനെ ഒറ്റ രാജ്യമല്ല, നാട്ടുരാജ്യമായിരുന്നു എന്ന് മാത്രമല്ല, നാട്ടുരാജ്യങ്ങളായിരുന്നു എന്ന് മാത്രമല്ല, പല സ്വകാര്യ മുതലാളിമാരുടെയും കുടുംബങ്ങളുടെയും ഒക്കെ. ഇപ്പൊ ബോംബെ പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. ചരിത്രത്തിൽ അതിനു മുമ്പ് ഗുജറാത്ത് സുൽത്താൻമാരുടെ കയ്യിലായിരുന്നു ബോംബെ. 1534 AD ബാസിയൻ സന്ധി. ഇപ്പൊ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളവരൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാസിയൻ സന്ധി പ്രകാരം പോർച്ചുഗലിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നു ബോംബെ. അങ്ങനെ ഒരു നൂറ്റാണ്ട് പോർച്ചുഗീസുകാരുടെ കയ്യിൽ ബോംബെയും 7 ദ്വീപുകളും ചേരുന്നതാണെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1661 എന്നാണ് ഓർമ്മ. ഈ പറയുന്ന ഡേറ്റ് നിങ്ങൾ കൂടി ഓർമ്മ വരുത്തണം. ഞാൻ ഓർമ്മയെന്ന് പറയുന്നതാണ്. 1661 അന്നത്തെ പോർച്ചുഗീസ് രാജാവായിരുന്ന ജോൺ 4 തന്റെ മകൾ കാതറീനെ ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരന് വിവാഹം ചെയ്തു. ആ വിവാഹം ചെയ്തു കൊടുത്ത സമയത്ത് കാതറീൻ രാജകുമാരിക്ക് സ്ത്രീധനമായി കൊടുത്ത സാധനമാണ് ഈ ബോംബെ എന്ന് പറയുന്നത്. ഒരു രാജകുമാരിക്ക് സ്ത്രീധനം കൊടുത്തതാണ് ബോംബെ. അങ്ങനെയാണ് ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരന്റെ കൈവശം ബോംബെ എത്തിപ്പെട്ടത്. ഒരു 5-6 കൊല്ലത്തിന് ശേഷം 1666 അതോ 67 ചാൾസ് രാജകുമാരൻ അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പാട്ടത്തിന് കൊടുത്തു. അങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശം ബോംബെ. പിന്നീടാണ് സ്വാതന്ത്ര്യ സമരമൊക്കെ വന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പല കൈ പോകുന്നത്. ഞാൻ പറഞ്ഞത് ചരിത്രത്തിൽ ഇങ്ങനെ പല കൗതുകങ്ങളും പല ഭൂപ്രദേശങ്ങളും ചില കുടുംബങ്ങളുടെയും ചിലർക്ക് സ്ത്രീധനം കൊടുക്കുന്നു, ചിലർക്ക് താവഴി കിട്ടിയതൊക്കെ ആയിരുന്നു. അതെല്ലാം ഒരു രാഷ്ട്രമായി മാറിയത്, അതെല്ലാം ജനങ്ങളുടെ അവകാശത്തിന്മേലായത് മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി, സ്വാതന്ത്ര്യ ലബ്ധിയുടെ ഭാഗമായി. അങ്ങനെയാണ് ഇന്ത്യയായത്. ആ ഇന്ത്യ വീണ്ടും സ്വകാര്യമായി മാറാൻ പോകും. കുറെ മുതലാളിമാരുടേതായി അദാനിയുടെയും അംബാനിയുടെയും ഹിന്ദുജയുടെയും ടാറ്റയുടെയും ഒക്കെയായി നമ്മുടെ രാജ്യം മാറാൻ പോകും. ഈ അപകടത്തെ എല്ലാ ചർച്ചകളിൽ നിന്നും അകറ്റി നിർത്തുക. ആരും ഇത് ചർച്ച ചെയ്യുന്നില്ല. ഒരു മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല. 21 തവണ സ്വർണം കള്ളക്കടത്ത് നടത്തിയിട്ട് പിടിക്കപ്പെട്ട് ജയിലിലടച്ച് 1.5 കൊല്ലം ജയിലിൽ കടന്നിട്ട് ഇറങ്ങിയ ലോകൈക തട്ടിപ്പുകാരി പറയുന്നതിന്റെ മുമ്പിലാണ് മാധ്യമങ്ങളെല്ലാം പോയിട്ട് പറയും. ഇനിയും പറയും. ഒരു ചോദ്യം പാടില്ല. തിരിച്ചു ചോദിച്ചാൽ തട്ടിപ്പുകാരി പണം അവർക്ക് അങ്ങോട്ട് ചോദിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങളത് കൊടുക്കുക. അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. മറ്റെന്തോ ആയി മാറി. അത് മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നമല്ല. അതാണ് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പുറകെ പോയിക്കൊള്ളുക. രാജ്യം നേരിടുന്ന വിപൽക്കരമായിട്ടുള്ള സാഹചര്യങ്ങളെ
പരമാവധി അവഗണിച്ചേക്കുക. ഇതാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമ പ്രവർത്തനം എത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുര്യോഗം. അതിൽ വിശ്വാസ്യതയുടെയും പ്രതിബദ്ധതയുടെയും എല്ലാ അംശങ്ങളും ചോർന്നുപോയി കഴിഞ്ഞു. ഇനി അങ്ങനെ മുൻപോട്ട് പോകാൻ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ വാർത്തകളിലും ഈ പറയുന്ന മനോഭാവം പല രൂപത്തിൽ പ്രകടമായി. ഇപ്പോ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വന്നൊരു വാർത്തയാണ്, നിങ്ങളത് അങ്ങനെ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയുടെ കരുതൽ എണ്ണ ശേഖരം വിൽക്കാൻ തീരുമാനിച്ചു ഗവൺമെന്റ്. കരുതൽ എണ്ണ ശേഖരം എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ആണ്, ഞാനത് അങ്ങനെ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. എല്ലാ രാജ്യങ്ങൾക്കും കരുതൽ എണ്ണ ശേഖരം ഉണ്ടാകും, കരുതി വെക്കും. അത് രാജ്യത്തിന്റെ നിലനിൽപ്പിനും സുരക്ഷിതത്വത്തിനൊക്കെ ആവശ്യമാണ്. എത്ര വലിയ ക്ഷാമം വന്നാലും രാജ്യത്തെ തന്ത്രപ്രധാന സുപ്രധാന മേഖലകളൊന്നും സ്തംഭിച്ചു പോകില്ല. അപ്പോ ഈ രാജ്യത്തിന്റെ ഒരു നിശ്ചിത അളവ് എണ്ണ, പെട്രോളും ഡീസലും കരുതലായിട്ടുണ്ടാവും. അത് കരുതൽ ശേഖരമാണ്. അതിനാരും തൊടില്ല, അത് കരുതലായിട്ട് തുടരും. എന്നാൽ അത് വിൽക്കാൻ തീരുമാനിച്ചു കൊണ്ട് കരുതൽ ശേഖരമൊന്നും വേണ്ട, രാജ്യം തന്നെ തകരാൻ പോകണം. അപ്പോഴാണ് കരുതൽ ശേഖരം വിൽക്കാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ വിറ്റു തുടങ്ങി. മംഗലാപുരത്തെ ഒരു പെട്രോൾ പമ്പിന് 3 ലക്ഷം ടൺ പെട്രോൾ വിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു വാർത്തയായി. മനോരമയിലും മാതൃഭൂമിയും ആ വാർത്ത. പക്ഷെ ആ വാർത്തയുടെ പ്രത്യേകത, ആ വാർത്തയിൽ മനോരമയും മാതൃഭൂമിയും ഒരേപോലെ ഇപ്പോൾ ശരിയായ ഉത്തരം ആയിരക്കണക്കിന് ആളുകൾ ഒരുപോലെ ഇടും. തെറ്റായ ഉത്തരം ഒരുപോലെ ഇടാൻ പറ്റില്ല. തെറ്റായ ഉത്തരം ഒരുപോലെ വന്നതിന് അർത്ഥം കൂട്ടിപ്പിടിച്ചു. മനോരമയിലും മാതൃഭൂമിയിലും ഒരേപോലെ വാർത്ത. എന്താണ് വാർത്ത? കരുതൽ എണ്ണ ശേഖരം വിൽക്കാൻ തീരുമാനിച്ചു. വിൽക്കാൻ കാരണം ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. മനോരമയും മാതൃഭൂമിയും ഒരുപോലെ പറയാം. എങ്ങനെ? ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നത്, അപ്പൊ ലോകത്തിലായ എണ്ണയുടെ വില വർദ്ധിക്കുന്നത്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് കണ്ടുപിടിച്ചൊരു മാർഗമാണ് കരുതൽ എണ്ണ ശേഖരമെടുത്ത് വിൽക്കുക. ലോകത്തിലെ പരമ അബദ്ധമാണ് പറയുന്നത്. എന്താ കാരണം? ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നില്ല. ആ ദിവസം തന്നെ മാതൃഭൂമിയുടെ ഉൾപേജിൽ ഒരു വാർത്തയുണ്ട്, ക്രൂഡ് ഓയിൽ ബാരലിന് ഇത്ര $, കുറഞ്ഞു എന്നാണ് വാർത്ത. ഈ രണ്ട് വാർത്ത തയ്യാറാക്കി രണ്ടാളായിരുന്നു. ഒന്ന് റോയിട്ടേഴ്സ് എന്നോ മറ്റോ കിട്ടുന്ന ഒരു വാർത്ത, അതേപോലെ ഇവിടേക്ക് പകർത്തുകയും മറ്റത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുകയും. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു വരികയാണ്, ഓരോ ദിവസവും കുറയുകയാണ്. ഇന്ത്യയിൽ കൂടുന്നു. അത് ഇവിടുത്തെ നയങ്ങളുടെ ഭാഗമാണ്. നമ്മുടെ മറ്റൊരു വിഷയം എന്തായാലും കിടക്കുന്നത്. പക്ഷെ ഇതിനിടയിൽ കരുതൽ എണ്ണ ശേഖരമെടുത്ത് വിൽക്കുന്ന വാർത്ത മനോരമയിലും മാതൃഭൂമിയിലും വന്നപ്പോൾ ആഗോള വിപണിയിലെ എണ്ണവില വർധനവിനെ പ്രതിരോധിക്കാനാണ്. എണ്ണവില വർധനവില്ല. ഇതാണ് നമ്മുടെ വാർത്തകളുടെ ഒരു പൊതുവായ സ്ഥിതി. ഇപ്പോ ഇതുമായിട്ടൊന്നും ബന്ധമുള്ളതല്ല. കഴിഞ്ഞ ദിവസം EP ജയരാജനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. ഭയങ്കര ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു എല്ലാവരും. EP ജയരാജനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. എന്താ യഥാർത്ഥ സംഭവം? കോടതിയുടെ മുമ്പാകെ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ്. പ്രൈവറ്റ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സാധാരണ പ്രൈവറ്റ് കംപ്ലൈന്റുകൾ കോടതിയിൽ വരുന്നത്, ഇപ്പോ എനിക്കൊരു പരാതിയാണ്, ഒരു ക്രിമിനൽ ഒഫൻസ് സംബന്ധിച്ച പരാതി. എന്നെ ഒരാൾ ആക്രമിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ടത് നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക എന്നാണ്. അതാണ് നിയമാനുസൃതം ചെയ്യേണ്ട നടപടി. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് നീതി കിട്ടുന്നില്ല എന്ന് വരും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് നീതി കിട്ടുന്നില്ല. പോലീസ് കേസ് എടുക്കുന്നില്ല. പോലീസ് പറയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിനൊരു തെളിവില്ല, അതുകൊണ്ട് കേസ് എടുക്കുന്നില്ല. അപ്പോ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് കോടതിയെ സമീപിക്കാം. അപ്പോ ഞാൻ പറയും, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തെങ്കിലും പോലീസ് കേസെടുക്കുന്നില്ല, എനിക്ക് നീതി കിട്ടുന്നില്ല, അതുകൊണ്ട് കോടതി. അതാണ് പ്രൈവറ്റ് കംപ്ലൈന്റ്. അപ്പൊ കോടതി എന്ത് ചെയ്യും? കോടതി ഇതൊന്നും പ്രാഥമികമായി പരിശോധിക്കും. എന്നിട്ട് കഴമ്പില്ലാത്തതാണെങ്കിൽ ചില ശല്യക്കാരുണ്ടാവും, വെറുതെ പരാതിയായിട്ട് വേണം. അപ്പൊ കോടതിക്ക് ഇതിലൊരു കഴമ്പുമില്ല എന്ന് തോന്നിയാൽ കോടതി തള്ളിക്കളയും. ഇനി കഴമ്പുണ്ട് എന്ന് തോന്നിയാലോ അത് ഫയലിൽ സ്വീകരിക്കും. കേസ് കക്ഷികൾക്ക് നോട്ടീസ് അയക്കും, കേസിൽ വരും. ഈ കേസിൽ സംഭവിച്ചതാണ്, വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ച 2 പേർ, അവര്
അവരെ ഇ പി ജയരാജൻ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പരാതി. ആ പരാതി പോലീസിൽ കൊടുക്കുന്നില്ല, പോലീസിലേക്കൊന്നും പോകുന്നില്ല, നേരെ കോടതിയിലേക്ക് പ്രൈവറ്റ് കംപ്ലൈന്റ്. അപ്പൊ കോടതി നോക്കിയപ്പോ ഇത് പോലീസ് അന്വേഷിച്ച് നീതി കിട്ടിയില്ല എന്ന പരാതിയല്ല, പകരം നേരിട്ട് കോടതിയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ കോടതി എന്ത് ചെയ്തു? പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞു. അതൊരു സ്വാഭാവിക നടപടിയാണ്. നേരിട്ട് കോടതിയുടെ മുൻപാകെ വരുന്ന പ്രൈവറ്റ് കംപ്ലൈന്റ് കോടതി പോലീസ് കൊടുക്കുക. നിങ്ങൾ അന്വേഷിച്ചു നോക്കും, ഈ പറയുന്നത് വസ്തുതയാണോ അല്ലയോ. പോലീസ് അന്വേഷിക്കുക, അതൊരു സ്വാഭാവിക നടപടിയാണ്. ഇനി എന്താണ് ഉണ്ടാവുക? ഇനി പോലീസ് അത് അന്വേഷിക്കും, തെളിവുകളൊക്കെ ശേഖരിക്കും. എന്നിട്ട് ഇവർ പറയുന്നത് ശരിയാണ് എങ്കിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. ഇവർ പറയുന്നത് ശരിയല്ല എങ്കിലോ ആ പരാതി തള്ളിക്കളയും, എന്നിട്ട് കോടതി അറിയിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഏതൊരാൾക്കും ആർക്കും എതിരെ ഇങ്ങനെ ചെയ്യാം. ഇപ്പോ നിങ്ങൾക്ക് ഇന്നത്തെ ക്യാമ്പ് കഴിയുമ്പോൾ ക്ലാസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല, എന്നാ കിടക്കട്ടെ എന്ന് എഴുതിയിട്ട് എനിക്കെതിരെ ഒരു പരാതി പെരിന്തൽമണ്ണ കോടതിയിൽ കൊണ്ടു കൊടുത്താൽ കോടതി എന്ത് ചെയ്യും? ആ നേരെ പോലീസിനോട് നിങ്ങൾ അന്വേഷിക്കും എന്ന് പറയും. പോലീസ് അന്വേഷിക്കുമ്പോൾ ഇത് കള്ളപ്പരാതിയാണെന്ന് മനസ്സിലായിട്ട് അത് റെഫർ ചെയ്യും. എന്നിട്ട് കോടതിയോട് പറയും സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അതാണ് കഴിയും. അപ്പൊ പോലീസിനെ അന്വേഷിക്കാൻ പോലീസിനോട് പറഞ്ഞു എന്നതാണ് ഇതിലെ സംഭവം. പക്ഷെ എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നതാണ് കോടതി കേസെടുക്കാൻ പറഞ്ഞു. കോടതി കേസെടുത്തു. ആ കൂട്ടത്തിലെ ഏറ്റവും വിചിത്രമായ വാർത്ത കൊടുത്തത് മനോരമ ഓൺലൈനാണ്. മനോരമ ഓൺലൈൻ കൊടുത്ത വാർത്ത ഇങ്ങനെയാണ്: മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, വധശ്രമം, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനാണ് കോടതി പറഞ്ഞത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ശ്രമമല്ല, അത് വേറെ ഉണ്ട്. അടുത്തത് വധശ്രമം, അത് വേറെ. അപ്പൊ ഇതൊക്കെ പ്രകാരം കേസെടുക്കാൻ കോടതി പറഞ്ഞതാണ്. അപ്പൊ ഈ നരഹത്യ എന്ന് പറഞ്ഞാൽ ആരും ഒരാളെ കൊന്നു എന്നർത്ഥം. ആരെയാണ് കൊന്നത്? ഇ പി ജയരാജൻ കൊന്ന ആ ആൾ ആരാണ്? അതൊരു ചോദ്യമാണ്. മനോരമ അടിച്ചുവിടുകയാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കാൻ പറഞ്ഞു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഈ വാഹനം ഓടിച്ചു പോകുമ്പോൾ അപകടം വന്ന് ഒരാൾ മരിച്ചു, അപ്പൊ കേസെടുക്കും. പക്ഷെ സാധാരണ നിലയിൽ നെഗ്ലിജൻസ് കൊണ്ടൊക്കെ സംഭവിക്കുന്നതായിരിക്കും. ഈ കൊല്ലപ്പെട്ട ആളെ കൊല്ലണമെന്ന ഉദ്ദേശം ആർക്കുണ്ടാവില്ല, ഡ്രൈവർക്കുണ്ടാവില്ല. അപ്പൊ എടുക്കുന്ന കേസാണ് എന്ത്? മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. ആള് കൊല്ലപ്പെട്ടു, കൊല്ലപ്പെടാൻ കാരണം ഈ ഡ്രൈവറാണ്. പക്ഷെ ഡ്രൈവർക്ക് കൊല്ലണം എന്നുള്ള ഉദ്ദേശമില്ല, എങ്കിലും കൊലക്കേസിലെ പ്രതിയാണ്, അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി. അപ്പൊ അങ്ങനെയൊക്കെ ചേർക്കുന്ന ഒരു വകുപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള തരത്തിൽ അബദ്ധങ്ങളും വിഡിത്തവും ആണെങ്കിലും ഇടതുപക്ഷത്തെ പരമാവധി ആക്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ് മാധ്യമങ്ങളുടെ പൊതുവായ ഒരു രീതി. ഇതിന് മാനേജ്മെന്റ് നിർദ്ദേശം കൊടുക്കുന്നു, ഒരു ഭയവുമില്ലാതെ എന്നും ആക്രമിച്ചോളണം. അത് രാഷ്ട്രീയമാണ്, അതിനാണ് ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് അവരോട് നമ്മൾ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഇത് അവര് ശമ്പളം വാങ്ങി നടത്തുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കാലത്ത് കെട്ടുകഥകളും നുണക്കഥകളും എല്ലാം ഇങ്ങനെ പൊലിപ്പിച്ച് പ്രചരിപ്പിച്ച് അതാണ് ശരി എന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. അതാണ് സത്യാനന്തര കാലത്തെ മാധ്യമങ്ങളുടെ പൊതുവായ രീതി. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഞാൻ ആ ഉദാഹരണങ്ങളുടെ ആകെ വിശദാംശങ്ങളിലേക്ക് ഈ ക്ലാസിന്റെ ഭാഗമായി കടന്നു പോകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഈ കാലത്തെ മാധ്യമങ്ങളുടെ പൊതുപ്രവർത്തന രീതിയായി മാറിയിരിക്കുകയാണ്. തുടർച്ചയായി ഒരേ വാർത്ത പ്രചരിപ്പിക്കുക, ആവർത്തിച്ച് കളം പറയുക. അങ്ങനെ പറയുമ്പോൾ അതിലെന്തോ ഒരു യാഥാർത്ഥ്യമില്ലേ എന്നൊരു തോന്നൽ സ്വാഭാവികമായും മനുഷ്യന്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെ ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല മനുഷ്യനെ കീഴ്പ്പെടുത്തുക, ഇത്തരത്തിലുള്ള പ്രചരണം കൊണ്ടും ആളുകളെ കീഴ്പ്പെടുത്താനാവും. ആളുകളുടെ മനോഭാവത്തെ സ്വാധീനിക്കുക മാത്രമല്ല, അതിനെ നിർണയിക്കാനും കഴിയും എന്നത് ഒരു വസ്തുതയാണ്. അതിനുള്ള പരിശ്രമമാണ് ഈ കാലത്ത് നമ്മുടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് മാത്രമാണ് ഈ ക്ലാസിന്റെ ഭാഗമായി. ഇപ്പൊ നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മണിക്കൂർ അല്ലേ, 1 മണിക്കൂർ 5 മിനിറ്റ്, 1 മണിക്കൂർ കൊണ്ട് ക്ലാസ് എന്ന നിലയിലുള്ള